സ്തോത്രം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവച്ചൻ നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്നു, ജയത്തോടെ നടത്തുന്നു. ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിച്ച് കർത്താവിൻ്റെ കൃപകളാൽ നിറയ്ക്കുന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 130 സങ്കീർത്തനം ആണ് ഞാനെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഇപ്പം നമ്മളൊരു കാര്യം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്കും നമുക്ക് ഒരു ചെറിയൊരു ദുഃഖം പോലൊക്കെയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കരയുള്ളൂ. പിന്നെ നമ്മൾക്കങ്ങ് ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള ദുഃഖമാണെങ്കിൽ നമ്മളങ്ങ് പൊട്ടി 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 നിലവിളിച്ച് ഏങ്ങലടിച്ച് കരയും. കരയില്ലാന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലാത്ത സങ്കടങ്ങൾ വരുമ്പോൾ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, നിലവിളിച്ച് കരയും നമ്മൾ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാളുണ്ട്, നിലവിളിയുടെ ശബ്ദം ശ്രവിക്കുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കൊണ്ട് നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. അപ്പം നമുക്ക് യഹോവയെ ഭയപ്പെടണം. ആരെ നമ്മൾ ഭയപ്പെടണം? യഹോവയെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കണം. അതാണ് നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴുള്ള ഭയമുണ്ട്. ആ ഭയമല്ല, ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയം. ആ ഭയമാണ് നമുക്ക് വേണ്ടുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തെ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. അപ്പം വചനം ആരാ? ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ദൈവത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പം ഈ വചനത്തിന് നമ്മൾ പ്രത്യാശ വെക്കണം. യഹോവയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളം കാത്തിരിക്കണം. ഹൃദയത്തിലാണ്. ഹൃദയം തുറന്നു കൊടുക്കണം. ആർക്ക്? നമ്മുടെ ദൈവത്തിന്. അതേപോലെ ഇസ്രായേൽ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പുണ്ട്, കൃപയുണ്ട്. ആരിൽ? നമ്മുടെ ദൈവത്തിൽ. അവൻ ഇസ്രായേലിൽ അവൻ്റെ അകൃത്യങ്ങൾ നോക്കിയും വീണ്ടെടുക്കും. അപ്പോൾ ദൈവം നമ്മളെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനാണ്, വിടുതൽ നൽകി തരുവാനാണ്, സന്തോഷം നൽകി തരുവാനാണ്. എല്ലാം ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഈ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ ഓരോരുത്തരെയും ഒന്ന് സമർപ്പിച്ച് നോക്കിക്കേ. നമുക്ക് ആ സമർപ്പണ ജീവിതം, നമുക്ക് ഓരോരുത്തർക്കും സമർപ്പണ ജീവിതം ആവശ്യമാണ്. അതായത് നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കാര്യം ആരുടെ മുന്നിലും, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ കരഞ്ഞ് നമ്മളെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ പറയും, നമ്മുടെ മാതാപിതാക്കളോട് പറയും. നമ്മുടെ രക്തമാണ്, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അതിനൊരു പരിഹാരം അവരുടെ പക്കലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ആശ്വാസം, ഒരു സ്നേഹം, കരുണ ഒക്കെ കിട്ടാൻ നമുക്ക് ആഗ്രഹമാണ്. അപ്പം അതാണ് അപ്പന് മക്കളോട് കരുണ തോന്നുള്ളൂ. യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പോൾ അപ്പന് കരുണയുണ്ട്, പിന്നെ സ്നേഹമുണ്ട്. ഈ ലോകത്തിലെ മാതാവിന് കരുണയുണ്ട്, സ്നേഹമുണ്ട്. സഹോദരങ്ങൾ പരസ്പര സ്നേഹവും കരുതലോടും കൂടി ജീവിച്ച് അപ്പോൾ ആ ഭവനം തന്നെ ഒരു വളരെ സന്തോഷമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പനും അമ്മയും മക്കളും കുടുംബവും കുഞ്ഞുങ്ങളും പറയുമ്പോൾ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ആശ്വാസവും വിട്ടുതലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ കുടുംബം മുമ്പോട്ട് പോകുന്നതാണ്. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് ഒക്കെ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കുടുംബം തരുന്നത് ദൈവമാണ്. ഒരു കുടുംബജീവിതം തരുന്നത് ദൈവമാണ്. പരസ്പരം, അതായത് ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ല സ്നേഹത്തോടെ ഐക്യതയോടുകൂടെ ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് പോകുമ്പോൾ ആ കുടുംബം നല്ല രീതിയിൽ അവർക്ക് നൽകിത്തരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് വളർത്തി അവരെയും വേണ്ടുന്ന നല്ല രീതിയിൽ വളർത്തി കഴിയുമ്പോൾ ആ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ കുടുംബജീവിതം തരുന്നത്, കുഞ്ഞുങ്ങളെ തരുന്നത്, ജോലി തരുന്നത്, ഭവനം തരുന്നത്, നമ്മൾക്ക് വാഹനം വേണോ, ഇതൊക്കെ തരുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം തരുന്നതൊക്കെ നിലനിൽക്കും. ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് എനിക്കൊരു വാഹനം വേണം, അത് നിങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ സഫലമാക്കി തരുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും.
കുഞ്ഞുങ്ങൾക്ക് എനിക്ക് നല്ലതുപോലെ പഠിക്കണം, അതിനുള്ള ബുദ്ധി വേണം. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ദൈവം അത് തരും. നിങ്ങൾക്കൊരു ജോലി വേണം, അത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം തരും. ദൈവത്തിന് തരാനുള്ള കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് നിങ്ങൾക്ക് നൽകി തരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുന്ന നാനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ കർത്താവിൻ്റെ വചനം കയ്യിലെടുത്ത് വായിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, നല്ല പാട്ടുകൾ പാടി ആരാധിക്കണം, കർത്താവിൻ്റെ സന്നിധി പോകണം, കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ഒരാളുണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ കർത്താവ്. അപ്പം ആത്മീയതയിൽ നമ്മൾ മുന്നേറി ജീവിക്കണം, ഭൗതികതയിലും നമ്മൾ മുന്നേറി ജീവിക്കണം. ഇത് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എപ്പോഴും നമ്മൾ കരഞ്ഞും അയ്യോ എന്ന് പറഞ്ഞ് കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച് ജീവിക്കുക. അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, യൗവനക്കാരുണ്ട്, എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഈ ആൻറ്റിയോർത്ത് കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കാം. നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനം വേണം, ഭൗതിക ജ്ഞാനം, ഇതെല്ലാം ദൈവമുമ്പാകെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫസ്റ്റ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഞാനുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ദിനംതോറും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ തരേണ്ടുന്നത് ദൈവം തക്ക സമയത്ത് നമുക്ക് തരും. പക്ഷേ 1-ാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു.